പിന്നെ രണ്ടാമത് പറയുന്നതെന്താ? പെട്ടെന്ന് വരണേ, പള്ളിയിൽ ഖബർ വെട്ട് ശരിയായിരിക്കുകയാണ്, അതുകൊണ്ട് കുളിപ്പിക്കാനുള്ള നേരമായെന്ന് പറയുമ്പോ, കുളിപ്പിക്കാനുള്ള സമയമായെന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ് ഒരാൾ തലയുടെ ഭാഗത്ത് പിടിക്കുന്നു. ഇന്നലെ വരെ ഈ ചക്കുവള്ളിയുടെ പരിസരത്ത് എത്ര അത്യാഗ്രഹത്തോട്, ആഡംബരത്തോട്, അഹങ്കാരത്തോട് നെഞ്ചു വിരിച്ച് നടന്നവരാണതാ നീ. ഇന്ന് രണ്ടുപേര് തലയിൽ പിടിക്കുന്നു, രണ്ടുപേര് നടുവിൽ പിടിക്കുന്നു, രണ്ടുപേര് കാലിൽ പിടിക്കുന്നു. എന്നിട്ട് വളയാതെ കുലുങ്ങാതെ ഏസിയിട്ട കാറിന്റെ കത്ത് ചാരിയിരുന്ന പോയോര്, നാട്ടിലുള്ള പാവപ്പെട്ടവരെ ചവിട്ടി തേച്ചവര്, പള്ളിയെന്ന് പറയുമ്പോ അരോചകത്വം നിറഞ്ഞ മനസ്സോടെ പുച്ഛിച്ചു തള്ളിയവര്, അല്ലാഹുവിന്റെ ബാങ്കിന്റെ മറുപടി കൊടുക്കാറ് പേപ്പട്ടിയെ പോലെ ദുനിയാവിന് വേണ്ടി തത്വതുങ്ങാൻ വിധിച്ചവര്, ഇനിയെങ്കിലും രക്ഷയുടെ മാർഗത്തിലേക്ക് മടങ്ങി വന്നോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്ര സമയമാ പാഴാക്കിക്കളഞ്ഞത്? പാതിരാ സമയത്ത് അന്യപുരുഷന്മാരുടെ കൂടെ ഫോണിൽ കുഞ്ഞിക്കുഴയുന്ന പെണ്ണേ, പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കുന്ന ഉപ്പ, ആ മൊബൈലിനകത്തോട് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഒരു ദിവസം ഒരു 10 അന്യപുരുഷനുമായിട്ടെങ്കിലും സംസാരിക്കുമ്പോ അതിന്റെ പാപം ആർക്കാണ് മോനെ? വാപ്പയായ നിനക്കാണ് മോനെ. വാപ്പ എന്ന് പറഞ്ഞ വയറുവിലതെന്നാ പോരാ, ആ പെണ്ണ് ചെയ്ത പെണ്ണാറ് പരത്തുന്ന ഫലങ്ങളെ മുഴുവനും അനുഭവിക്കുന്നത് നീയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അതാ 4 പേര് പിടിച്ചുകൊണ്ട് മയ്യത്ത് കെട്ടിൽ ഒരു പായ വിരിച്ചിട്ടോ, ഒരു ഡെസ്ക് പിടിച്ചിട്ടോ അതിന്റെ മുകളിൽ നിന്നെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. കുളിപ്പിക്കാൻ പോവാണ്. ആരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കുളിപ്പിക്കാൻ? എന്റെ ചക്കുവള്ളിയിൽ വന്നിരിക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, ആരുണ്ട് മോനെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ? ആരുണ്ട് മോനെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ? മക്കളെ ഉണ്ടാക്കി മൃഗങ്ങളെ പോലെ ക്രിക്കറ്റിനും ഫുട്ബോളിനും സിനിമയ്ക്കും വേണ്ടി പറന്നുവിട്ട പ്രിയപ്പെട്ട ഉപ്പ, മദ്രസയിൽ ഒരു 5ാം ക്ലാസ് വരെയെങ്കിലും നിന്റെ മക്കളെ പഠിപ്പിക്കാൻ നിനക്ക് സമയം ലഭിച്ചില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ സംഘാടകർ പറഞ്ഞതാണ് സാറേ, ഈ പരിപാടികളും നെറ്റിന്റെ ചിലവുകളും ആരെങ്കിലും കൊടുക്കുന്ന പൈസ, അതിന്റെ ലാഭം എത്ര ബാക്കിയുണ്ടോ ആ പൈസ മുഴുവനും നമ്മുടെ മദ്രസക്ക് ബെഞ്ച് വാങ്ങാൻ, ഡെസ്ക് വാങ്ങാൻ വേണ്ടി ചിലവഴിക്കാതെ പറഞ്ഞപ്പോ മനസ്സിന് സന്തോഷം തോന്നിപ്പോയി. അള്ളാഹു അതിന് സഹായിക്കുന്നവര് അള്ളാഹു സഹായിക്കട്ടെ. അവരുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം കൊടുക്കട്ടെ. ചോദിക്കാണ് സഹോദരിമാരെ, എത്ര പേരുണ്ട് നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ? നിങ്ങളുടെ മോളെ കൊണ്ടുപറ്റോ? ചുരിദാർ വേണമെന്ന് പറയുമ്പോ പാട്ടിയാലയും അനാർക്കലിയും നെറ്റ് ചുരിദാറും ഒക്കെ വാങ്ങി മക്കൾക്ക് കയറ്റിക്കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മോള് വികാലാന്തി പോണമെന്ന് പറയുമ്പോ ആ മക്കളെയും വിളിച്ച് തോളത്ത് കയറ്റിയിട്ട് വികാലാന്തിൽ പോയി രാപകലില്ലാതെ വെള്ളത്തിനകത്ത് വെറുതോടെയിട്ട് തുള്ളിച്ചാളാ മാത്രം സംസ്കാരം നശിച്ചുപോയ സമുദായമേ, ആരുണ്ടടാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ? ആരുണ്ട്? ഈമാനുള്ള ഒരു കൈകൊണ്ട് വെള്ളം കോരി ഒഴിക്കാൻ ഒരാളുണ്ടോ? വാടകയ്ക്കെങ്കിലും ഒരാളുണ്ടോ? എവിടെന്നെങ്കിലും വരുന്ന ആരെങ്കിലും കുളിപ്പിച്ചാ മതിയോ? അതിനാണോ നീ മക്കളെ പെറ്റത് പെണ്ണ്? അതിനാണോ അവർക്ക് മുലപ്പാല് കൊടുത്തതുമ്മ? അതിനാണോ അവർക്ക് വേണ്ടി ഉറക്കമെടുത്തതുമ്മ? അതിനാണോ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുമ്മ? അതിനാണോ അവർക്ക് വേണ്ടി ജീവിച്ചതുമ്മ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മയ്യത്ത് കുളി പഠിപ്പിച്ചു കൊടുത്തോ? എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, മയ്യത്ത് കുളി നിങ്ങൾ പഠിച്ചോ? മയ്യത്ത് കുളി പഠിക്കാനുള്ള മനസ്സ് വെച്ചോ? ഇൻഷാ അല്ലാഹ് ഒരുപാട് പദ്ധതികൾ ഞാൻ മനസ്സുകൊണ്ട് ആവിഷ്കരിക്കുന്നുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ ഫോണിലൂടെ വിളിക്കുന്ന, എന്റെ കാസറ്റ് വീട്ടിന്റെ പഠിച്ചു വെച്ചിരിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് എന്റെ തിരക്കൊടിയുന്ന ഒരു സമയം വരുമ്പോ ഞാൻ നിങ്ങളെല്ലാം ഫോണിലൂടെ വിളിച്ചു പറയും. തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിനകത്ത് ഇൻഷാ അല്ലാഹ് മയ്യത്ത് പരിപാലനത്തിന്റെ ക്ലാസ് എന്റെ നേതൃത്വത്തിൽ നടത്താൻ പോവാണ്. നമ്മൾ പഠിച്ചേ പറ്റു. പ്രിയമുള്ള ചെറുപ്പക്കാരാ, സിനിമാ ലോകത്തിന്റെ പിന്നാലെ ഓടി നടന്ന എത്രയോ പേര് അതിരായിൽ കൊണ്ടുപോയില്ലേ? എത്രയോ പേര് മണ്ണോട് ചേർന്ന് പോയില്ലേ?
അതുകൊണ്ട് മനസ്സിരുത്തി ചിന്തിച്ചോ, ജീവിതം ഒന്നേ ഉള്ളൂ, നഷ്ടപ്പെട്ട സെക്കൻഡുകളൊന്നും തിരിച്ചു കിട്ടൂല. അതുകൊണ്ട് ചിരിയും കളിയും മാത്രം മതിയോ, പാട്ടും ഡാൻസും മാത്രം മതിയോ, തമാശയും ചിരിയും മാത്രം മതിയോ? പോരാ പോരാ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാനുള്ള ബോധമുണ്ടാവണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഗൗരവത്തോടെ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാ, നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരാളെ ജീവിച്ചിരിക്കുമ്പോ തന്നെ പഠിപ്പിച്ചെടുക്കണേ. അത് നിങ്ങളുടെ മക്കളായിരിക്കണേ. നിബിധങ്ങൾ പറയുന്നു, മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവെക്കുമ്പോ, നിന്റെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുമ്പോ, ആ സമയത്താണ് റൂഹ് വിളിച്ചു പറയുന്നത്. എന്താ വിളിച്ചു പറയുന്നതെന്നറിയോ? വഇന്ന ജസദീ മുഹ്തരിക്കും ബിഖുറൂജി റൂഹി. റൂഹ് ഊരിയെടുത്തതുകൊണ്ട്, റൂഹ് പുറപ്പെട്ടതുകൊണ്ട് എന്റെ ശരീരത്തിന്റെ അകം മുഴുവനും മുറിഞ്ഞിരിക്കുകയാണ്, കരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വെള്ളം പതുക്കെ ഒഴിക്കണേ, വെള്ളം നിങ്ങൾ പതുക്കെ ഒഴിക്കണേ. പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തിനെ കുളിപ്പിക്കുന്ന രംഗം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 6 മക്കൾ സ്കൂളിൽ പോയ, പ്ലേ സ്കൂളിൽ പോയ 6 മക്കൾ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് സ്കൂൾ വാഹനം മറിഞ്ഞു വീണ് മരിച്ചുപോയപ്പോ 6 മക്കളെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ? 4.5 വയസ്സുള്ള കുഞ്ഞ് ഉമ്മാടെ കവളത്ത് ചുംബനം വന്നിട്ട് ഉമ്മച്ചി പോട്ടേന്ന് പറഞ്ഞ് ചാറ്റാ പറഞ്ഞ് വേഗം തൂക്കിയിട്ട് വാട്ടർ ബോട്ടിലും കയ്യിൽ വെച്ചുകൊണ്ട് ഇക്കാരോടും അനുജത്തിയോടും അനുജരോടും സലാം പറഞ്ഞിട്ട് പോകുന്ന പ്രിയപ്പെട്ട പൊന്നുമോൾ. അതുപോലെ പൊന്നുമോൾ 6 പേര്, 6 പ്രിയപ്പെട്ട മക്കള്, 4 വയസ്സും 4.5 വയസ്സും 5 വയസ്സുമുള്ള മക്കള്, മക്കളെ സ്നേഹിക്കുന്ന ഉമ്മ, മക്കളെ ജീവനക്കാർ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള്, പോസ്റ്റ്മോർട്ടം ചെയ്തു വെച്ച് ഒരു വാപ്പാന്റെ മുമ്പിൽ 4 വയസ്സുകാരനെ കൊണ്ടുവെക്കുന്ന രംഗത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ അരുമ മക്കള്. നമ്മൾ ചെല്ലുമ്പോ വാപ്പാന്ന് പറഞ്ഞ് തോളത്ത് കയറി ചുംബനം തരുന്ന നമ്മുടെ മക്കള്, ഉമ്മാന്ന് പറഞ്ഞ് മാറത്തുനിന്ന് മാറാതെ വാരിപ്പിടരുന്ന നമ്മുടെ മക്കളെ തലവെട്ടി കീറിയിട്ട് നെഞ്ചുവെട്ടി കീറിയിട്ട് മുമ്പ് കൊണ്ടുവെക്കുന്ന രംഗത്തെ തൊട്ട് റഹ്മാനായ പടച്ചതമ്പുരാ നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തിരിച്ചു കളിച്ച് രസിച്ചുകൊണ്ട് നടന്നാ പോരാ. മൊബൈലിന്റെ അകത്തുള്ള ബ്ലൂ ഫിലിമെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ സരസീന് പോകാൻ. നിങ്ങളെല്ലാവരും വൃത്തികെട്ടവരാണെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. യുവത്വമല്ലേ, രക്തത്തിളപ്പുള്ള പ്രായമല്ലേ, ഒരുപാട് കൂട്ടുകാരുമായി ബന്ധപ്പെടുന്നവരല്ലേ. അതുകൊണ്ട് അറിയാതെ പടർന്നുകൊണ്ട് ആ രോഗം നിങ്ങളിലും വരുമല്ലോ. മോനെ, ഈ സരസ് അല്ലാഹു തന്നതാണ്, ഈ മജ്‌ലിസ് റബ്ബ് തന്നതാണ്. ഈ സരസിലിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. ക്യാൻസർ തരില്ല അല്ലാ, ട്യൂമർ തരില്ല അല്ലാ, അപകട മരണം തരില്ല അല്ലാ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ മരിപ്പിക്കല്ല അല്ലാ. ഇതൊക്കെ വരാനൊരു സെക്കൻഡ് വേണ്ട മോനെ, ഇതൊക്കെ പിടിപെടാനൊരു സെക്കൻഡ് വേണ്ട മോനെ. രണ്ടാമത് റൂഹ് നിലവിളിക്കുന്നത് വെള്ളമൊഴിക്കുമ്പോഴാണ്. മൂന്നാമതെപ്പോഴാണ് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആയിഷ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആ മയ്യത്തിന് ഉളവെടുപ്പിക്കുമല്ലോ, തരിച്ചു കിടക്കുമല്ലോ, മുതുക് തേച്ചു കൊടുക്കുമല്ലോ. ആ സമയത്തതാ റൂഹ് വിളിച്ചു പറയുന്നു. എന്താ പറയുന്നതെന്നറിയോ? ഇന്ന ജസദീ മജ്റൂഹും ബിഖുറൂജി റൂഹ്. എന്റെ ശരീരത്തിന്റെ പുറഭാഗം മുഴുവനും മുറിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ശരീരത്തെ വേദനിപ്പിക്കല്ലേ, എന്റെ ശരീരത്തെ പതുക്കെ പിടിക്കണേ, പതുക്കെ തേച്ചു കൊടുക്കണേ. കവറിന്റെ കത്ത് പാട്ടുപാടി കുളിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പുഴയിലൂടെ നീന്തിക്കുളിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മണിക്കൂറുകളോളം കൂട്ടുകാരുമൊത്ത് ചോഴിയക്കോട് കുളത്തോപ്പിട തണുപ്പുള്ള ആറിൽ പോയി മുങ്ങിക്കുളിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരാ, വീഗാലാൻഡിന്റെ കടപ്പുറത്ത് വീഗാലാൻഡിന്റെ കൃത്രിമ കടലിന്റെ കത്ത് കയറി വരാൻ മനസ്സില്ലാതെ നീന്തിക്കുളിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരാ, മോരെ
നിന്റെ ശരീരത്തിലേക്ക് നിന്റെ ബന്ധുക്കൾ വെള്ളമൊഴിക്കുന്നു, നിന്റെ നഖത്തിനടിയിലുള്ള അഴുക്ക് പോലും അവരതാ ഇളക്കി മാറ്റുന്നു. ഇനി നാലാമതെപ്പോഴാ കരയുന്നതെന്നറിയോ? അതാണ് മനസ്സ് തളർന്നു പോകുന്ന കരച്ചിലും റൂഹിന്റെ നാലാമത്തെ കരച്ചിലപ്പോഴാ. അതാ മയ്യത്ത് കുളിപ്പിച്ച് കിടന്ന് വീടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവരുമ്പോ ആളിന്റെ ഭാഗത്ത് പായ വിരിച്ചിട്ട് അതാ കഫം തുണി തയ്യാറാക്കുന്നു, അത്തുറ കുടയുന്നു, കഞ്ഞി ഒരുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ മയ്യത്തിനേതാ പഴയതുപോലെ വളയാറെ കുലുങ്ങാറെ ചുമന്നു കൊണ്ടുവരുന്നു. ആ കഫം പുടവയുടെ മുകളിലേക്ക് വെക്കുമ്പോൾ പിന്നെ സമയമില്ലല്ലോ. ഇന്ന് മുതൽ പിന്നെ ജീവിക്കാനുള്ള പള്ളിക്കാടിലേക്ക് പോകണമല്ലോ. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആ മയ്യത്തിനെ പൊതിയുകയാണ്. അത്ര കുടഞ്ഞ് കഞ്ഞി വെച്ചുകൊണ്ടരാ കഫം തുണിയുടെ ഒന്നാമത്തെ തുണി എടുക്കുന്നു, മറുതുണി കൊണ്ട് ചുറ്റുന്നു, അടുത്ത തുണി എടുക്കുന്നു, മറുതുണി കൊണ്ട് ചുറ്റുന്നു. അങ്ങനെ ചുറ്റിയിട്ടരാ ആ മയ്യത്തിന്റെ കാലിന്റെ ഭാഗം കെട്ടുമ്പോ ആ മയ്യത്തിന്റെ റൂഹ് പറയുന്നു, യാ ഹിബായി, എന്നെ ഇഷ്ടപ്പെടുന്നവര്, എന്നെ സ്നേഹിക്കുന്നവര്, എന്റെ മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി വന്നവര്, എന്റെ തലയുടെ ഭാഗം കെട്ടല്ലേ, എന്റെ കാല് കെട്ടിയതുപോലെ പെട്ടെന്ന് എന്റെ തലയുടെ ഭാഗം കെട്ടല്ലേ. ഹത്താ അറാ വജ്ഹ അഹ്ലി, എന്റെ കുടുംബത്തിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വാപ്പാന്ന് പറഞ്ഞാൽ അത്ര ജീവനായിരുന്നു, അതുകൊണ്ട് മക്കളെ ഒന്നുകൂടി കണ്ടോട്ടെ. ഇന്നലെയോ ഉപാരിക്കും, ഇന്ന് ഞാൻ അവരെ പിരിയുന്ന ദിവസമാണ്. എന്റെ ഭാര്യയെ കണ്ടോട്ടെ, എന്റെ ഉമ്മാനെ കണ്ടോട്ടെ, എന്റെ വാപ്പാനെ കണ്ടോട്ടെ, എന്റെ മക്കളെ കണ്ടോട്ടെ. അവരവസാനമാറി എന്റെ മുഖമൊന്ന് കണ്ടോട്ടെ. ഈ തുണി കൊണ്ടങ്ങ് മൂടിയിട്ടങ്ങ് കെട്ടിയാ ഇതവസാന കാഴ്ചയല്ലേ, ഇത് കെട്ടിപ്പോയാൽ കാണാൻ പറ്റൂലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓർത്തിട്ടുണ്ടോ? ആ ഒരു രംഗത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? അവരും ഇവരും മാത്രമല്ല മരിക്കുന്നത്. പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നീയും മരിക്കുന്നതാണ്, ഞാനും മരിക്കുന്നതാണ്. എപ്പോഴും ചിന്തിക്കണേ. നിങ്ങൾ പറയുമല്ലോ വാക്ക് ദുആ ചെയ്യുമ്പോ എന്താ കരയുന്നത്? കണ്ണിലും മരന്ന് പുരട്ടിയിട്ടല്ല മോനെ. എന്റെ മരണത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്, ചിന്തിക്കണം. അതിനേക്കാൾ അത് ചിന്തിക്കാൻ പറ്റാത്ത എപ്രവൃത്തികെട്ട ചിന്തയാണ് മോനെ നിന്റെ മനസ്സിനെ പിടിച്ചടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കരയാതെ ദുആ ചെയ്യില്ലേ, കരയാതെ ആമീൻ പറയല്ലേ.